നമുക്കിന്നൊരു പ്രിന്റർ വന്നിരിക്കുന്നത് ബ്രദറിന്റെ 2365 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് പ്രിന്റ് ഔട്ട് ഇതാണ്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ടോണറിന്റെ ഡ്രം കംപ്ലൈന്റ് ആണ്, ഇങ്ക് കുറവാണ്, ഒരു സൈഡ് കട്ടി കുറഞ്ഞിട്ടാണ് വരുന്നത്. അതുപോലെ ഇതിൽ ചെക്ക് ചെയ്ത സമയത്ത് ഫ്യൂസറിലെ പ്രഷർ റോളർ പ്രോബ്ലം കാണുന്നുണ്ട്. പ്രഷർ റോളർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പ്രഷർ റോളറിലും പ്രോബ്ലം കാണുന്നുണ്ട്. ഇപ്പോൾ പ്രഷർ റോളർ മാറ്റണം, പിന്നെ മൊത്തം ഒന്ന് സർവീസ് ചെയ്യണം. ഇത് കസ്റ്റമർ സർവീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മുഴുവൻ പൊടിയാണ്, ഇതിൽ മൊത്തം പൊടിയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ലേസർ പ്രിന്റർ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം ഒരു ക്വാർട്ടർലി സർവീസ് എങ്കിലും ചെയ്യണം. ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ കംപ്ലീറ്റ് സർവീസ് ചെയ്തിട്ട് വൃത്തിയാക്കണം. എങ്കിൽ മാത്രമേ പ്രിന്ററിന്റെ ലൈഫും കൂടത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇതിലിരിക്കുന്ന സ്പെയർസ് ഒക്കെ കംപ്ലൈന്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട, ഇതൊക്കെയാണ് കംപ്ലീറ്റ് പൊടിയാണ്. പൊടി ഉണ്ടാകുമ്പോൾ തന്നെ സ്കാനർ യൂണിറ്റിൻ്റെ ഉള്ളിൽ പൊടി കയറിയിട്ട് ഈ സാധനം ഈ പ്രിന്റ് ഔട്ട് ക്ലാരിറ്റി കുറയും. ഓക്കെ, ഫുള്ള് പൊടിയാണ്. അതാണ് നമ്മുടെ ഫ്യൂസർ യൂണിറ്റ്. ഫ്യൂസർ യൂണിറ്റിന് ഓൾറെഡി പ്രഷർ റോളർ ഡാമേജ് ആയി, അതിൻ്റെ ഭാഗമായിട്ട് സ്ലീവും ഏകദേശം ഡാമേജ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം പ്രഷർ റോളർ മാത്രം മാറ്റാം. ഇതിപ്പം കസ്റ്റമറോട് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു സ്ലീവും പ്രഷർ റോളറും രണ്ടും മാറ്റിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം സ്ലീവിൽ ഓൾറെഡി സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. മെറ്റൽ സ്ലീവാണ് ഇതിൽ വരുന്നത്. ഓൾറെഡി സൈഡിലൊക്കെ കോട്ടിങ് പോയിട്ടുണ്ട്. ആദ്യത്തെ പ്രിന്റ് ഔട്ട് ഇതാണ്, രണ്ടാമത്തെ പ്രിന്റ് ഔട്ട് ഇതാണ്. ആദ്യത്തെ പ്രിന്റ് ഔട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഈ ലെഫ്റ്റ് സൈഡിലുള്ള കംപ്ലീറ്റ് ഡെപ്ത് കുറഞ്ഞിട്ട് ഇത് വന്നിട്ട് സ്കാനർ ഒന്നും ക്ലീൻ ചെയ്യാത്തതിൻ്റെ, പ്രിന്റർ ക്ലീൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു പ്രിന്റ് ഔട്ട് വന്നിട്ടുണ്ട്.